ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം തുടരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാർ, എൻ വാസു അടക്കമുള്ള പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഇഡി നടത്തുന്നുണ്ട്. ഇതിനായുള്ള അപേക്ഷ അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയുള്ള കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കോടതിയിൽ നൽകിയേക്കും. ആർ റോഷിബാലുടെ വിവരങ്ങളുമായി. റോഷിബാൽ, ഇഡി അന്വേഷണം തുടങ്ങുമ്പോൾ ഇതിന്റെ സാമ്പത്തിക നീക്കങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പായി വന്ന് ശബരിമലയിൽ നടത്തിയ കൊള്ളയുടെ സാമ്പത്തിക തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ഇഡി കടന്നേക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന നീക്കങ്ങൾ നടത്തുകയാണ്. കാരണം തന്ത്രി രാജീവ് കണ്ഠര് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിടുതൽ നേടി, ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം തയ്യാറെടുത്തത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഏതായാലും ഏറെ വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുമോ? വീണ്ടും നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അതിനപ്പുറത്തേക്ക് കേസിൽ പ്രതിയാക്കുമോ എന്നടക്കമുള്ള ഉദ്യോഗമുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെങ്കിൽ ഇനി തന്ത്രി രാജീവ് കണ്ഠരെ വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാകും ഇനി നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക.